കേരളത്തിൽ CPM ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. സ്വർണ്ണക്കടത്തിലും മാസപ്പടിയിലും അടക്കം മുഖ്യമന്ത്രിയും മകളും നടത്തിയത് വൻ അഴിമതി. CMRL അഴിമതിയിലും ഇരുവരും പ്രതിസ്ഥാനത്താണ്. കോൺഗ്രസിനെയും ഇടതിനെയും വിശ്വസിക്കാൻ സാധിക്കുമോ എന്നും അഴിമതിയും വികസന വിരുദ്ധതയുമാണ് ഇരുവരുടെയും മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം സംസ്ഥാന സർക്കാർ ധൂർത്തടിക്കുകയാണെന്നും കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തലസ്ഥാനത്തെ പരിപാടികൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് നിന്ന് മടങ്ങി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, സംസ്ഥാനത്തെ സഹകരണ കൊള്ളയും അഴിമതിയും ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാട്ടാക്കടയിലെ പ്രസംഗം. CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ നിരവധി ആളുകൾ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. CPMന്റെ ഇത്തരം കൊള്ളയിൽ ഇരകളായി മാറിയിട്ടുണ്ട്. 300ഓളം സഹകരണ ബാങ്കുകൾ വഴി 1 ലക്ഷം കോടി രൂപയുടെ കൊള്ളയാണ് നടന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. CPM എവിടെ ബാങ്ക് ഭരണം നടത്തിയാലും അവിടെയെല്ലാം കൊള്ളയുണ്ട്. തൃശൂരിൽ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ തന്നെ ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അഴിമതി മാസപ്പടി ആരോപണത്തിലും മുഖ്യമന്ത്രിയും മകളും പ്രതിസ്ഥാനത്ത് ആണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 വിവാദങ്ങൾ പരാമർശിച്ചുകൊണ്ടും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രസംഗത്തിലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ താൻ മുന്നോട്ട് വെച്ച BJPയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓരോ വികസന പദ്ധതികളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. മറ്റൊന്ന് ഇടത് വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനും പ്രധാനമന്ത്രി ശ്രമിച്ചു. ഇവിടെ ഒരുമിച്ച് പരസ്പരം പോരടിക്കുന്ന അതേ മുന്നണികൾ തന്നെ തൊട്ട് അയൽ സംസ്ഥാനങ്ങളിൽ പരസ്പരം ഒരേ മുന്നണിക്ക് കീഴിൽ മത്സരിക്കുന്ന കാഴ്ചയും അദ്ദേഹം തുറന്നു കാണിച്ചു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പരസ്പരം LDF വലതുമുന്നണിയും ഇടതുമുന്നണിയും പോരടിക്കുന്നു. അതേ ഘട്ടത്തിൽ തിരുനെൽവേലിയിൽ എത്തുമ്പോൾ രണ്ടുപേരും ഒരു മുന്നണിയുടെ ഒരു കൊടിക്ക് കീഴിൽ പോരാടുന്ന കാഴ്ചയാണ് NDAക്ക് എതിരായി അത്തരത്തിലുള്ള ഒരു കാഴ്ച കാണാൻ കഴിയും. അങ്ങനെയുള്ള വലിയ ഇരട്ടത്താപ്പാണ് ഇടതു വലതു മുന്നണികൾ കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇന്ന് രാവിലെ കുന്നംകുളത്ത് തൃശ്ശൂരിൽ സമാനമായ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ശക്തമായി തന്നെ ഉയർത്തിയിരുന്നു. അതേ വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിൽ കാത്തിരുന്ന 10,000-കണക്കിന് ആളുകൾക്ക് മുന്നിലും വ്യക്തമാക്കിയത്. ഒന്ന്, വികസന കാഴ്ചപ്പാടോടെ ഇനിയും NDA സർക്കാർ അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത തുറന്നു പറയുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ ഇടത് വലതു മുന്നണികൾ സഹകരണ മേഖലയെ ആകെ കൊള്ളയടിക്കുന്നതിന്റെ അക്കമിട്ട ഉദാഹരണങ്ങൾ നിരത്തുന്നു. മറ്റ് അഴിമതികൾ മാസപ്പടി കേസ് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം ആരോപണ വിധേയരായ അഴിമതികളുടെ കാര്യങ്ങളും എണ്ണി പറയുന്നു. ഇതിൽ നിന്നെല്ലാം കേരളത്തെ രക്ഷിക്കണമെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് പ്രധാനമന്ത്രി പ്രധാനമായും ചെയ്തിട്ടുള്ളത്. ഒപ്പം സ്ഥാനാർത്ഥികളായ V മുരളീധരൻ, ഒപ്പം തന്നെ K സുരേന്ദ്രൻ, G കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകളും രാജീവ് ചന്ദ്രശേഖരും എല്ലാം തന്നെ വേദിയിൽ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ജിജീഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച് തട്ടിപ്പിന് ഇരയായവർക്ക് മുഴുവൻ പണവും നൽകുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഇത് ശരിക്കും ജനങ്ങൾക്കൊരു പുതുജീവൻ തന്നെയല്ലേ നൽകുന്നത്? ദേവിക, പ്രധാനമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ കൊള്ളയടിച്ച ആളുകളെ അവരാരായാലും വരെ തുറങ്കിലടക്കുമെന്ന ഒരു ഉറപ്പ് നൽകുന്നതിനൊപ്പം തന്നെ ഈ പണം നഷ്ടപ്പെടില്ല. അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം തൃശ്ശൂരിൽ 100 കണക്കിന് നിക്ഷേപകർക്കാണ് അവരുടെ പണം നഷ്ടപ്പെട്ടത്. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലായി പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അത് തിരിച്ചു കൊടുക്കാനുള്ള യാതൊരു ശ്രമവും CPM നേതൃത്വത്തിലുള്ള ബാങ്കുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ വന്നുകൊണ്ട് ആ ഉറപ്പ് നൽകുന്നത്. നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല എന്ന ഉറപ്പ് മാത്രമല്ല, കേന്ദ്ര സർക്കാർ NDA സർക്കാർ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടിട്ടുള്ള മറ്റു സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കേസുകളിൽ എല്ലാം തന്നെ ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആളുകൾക്ക് പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നത് കണക്കുകളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ആ ഉറപ്പ് നിക്ഷേപകർക്ക് മുന്നിൽ നൽകുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ള സഹകരണ കൊള്ളയ്ക്ക് ഇരയായ നിക്ഷേപകർക്ക് മുന്നിൽ നൽകുന്ന ആ ഉറപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആളുകൾ, അതിനെ സഹായിച്ച ആളുകൾ, ഈ തട്ടിപ്പ് നടത്തിയ എല്ലാവരെയും തന്നെ തുറങ്കിലടക്കുമെന്നും പറയുന്നു. അത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ മാസപ്പടി പോലുള്ള അഴിമതികളിൽ SFIO, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണങ്ങൾ നടക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്, അഴിമതി നടത്തുന്നവർ ആരായാലും, ബാങ്ക് കൊള്ളകൾ നടത്തുന്നവർ ആരായാലും, സഹകരണ കൊള്ളകൾ നടത്തുന്ന ആരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ അകപ്പെടുക തന്നെ ചെയ്യുമെന്നും, പണം നഷ്ടപ്പെട്ടവർ ഒരു കാരണവശാലും അതിൽ ഭയചകിതരാകണ്ട എന്ന ഉറപ്പുകൂടി പ്രധാനമന്ത്രി നൽകുമ്പോൾ അത് വലിയൊരു ആശ്വാസം തന്നെയാണ് നൂറുകണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആയിരക്കണക്കിന് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നത്. ദേവിക, ശരി, ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്.